ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിച്ചാട്ടെ. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും, അവരെ വിട്ടകന്നുകൊള്ളുക എന്നാണ് നമ്മൾ ഈ വചനത്തിൽ വായിക്കുന്നത്. 3 തരം ആത്മാക്കൾ, സ്പിരിറ്റുകൾ, 3 വിഭാഗമായിട്ട് ഉണ്ട്. 1 ദൈവത്തിൻ്റെ ആത്മാവ്, 2 സാത്താൻ്റെ ആത്മാവ്, 3 ഈ ലോകത്തിൻ്റെ ആത്മാവ്. ഇങ്ങനെ 3 തരം ആത്മശക്തികൾ, സ്പിരിറ്റുകൾ, ദൈവവും ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നതും സാത്താനും സാത്താൻ്റെ കൂടെ നിൽക്കുന്നതും ഈ ലോകത്തിൻ്റെ ആത്മാവും. ഈ ആത്മാവ് ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ച്, അതായത് ഈ ലോകത്തിൻ്റെ ആത്മാവാണ്, ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും, അവരെ വിട്ടകന്നുകൊള്ളുക. ഇത് കൂടുതലും കേരളത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവസഭകൾ എന്ന് പറയുന്നതിനകത്താണ് ഈ ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഈ മതങ്ങളിലുള്ളവർ അവരുടെ ഭക്തി എന്ന് പറയുന്നത് അതതിൻ്റെ ബാഹ്യവേഷമൊന്നുമല്ല, അത് അവർക്കുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മൾ ഈ വിശ്വാസികളുടെ ഇടയ്ക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരിതിൻ്റെ ഒരു പുതപ്പെടുത്തിട്ടിട്ട് ഈ ആരാധന പ്രാർത്ഥനാ സമയങ്ങളിൽ മാത്രം ഇതെടുത്തിട്ട് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും നല്ലൊരു ശതമാനം, അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അവരെ വിട്ടകന്നുകൊള്ളുക എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതെങ്കിലും വളർന്ന് ഈ ലോകത്തിൻ്റെ ആത്മാവായി മാറി. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാണെങ്കിലും അത് വളർന്ന് ഈ ലോകത്തിൻ്റെ ആത്മാവായി മാറി. പക്ഷേ ഈ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി വളർന്നപ്പോഴും ചേരണമായിരുന്നു. ഈ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി ചേരേണ്ടവൻ ലോകത്തിൻ്റെ ആത്മാവുമായി ചേർന്ന് ലോകത്തിൻ്റെ അധിപതിയോട് ചേർന്ന് നിന്നു. യോഹന്നാൻ സുവിശേഷം 14:30 വായിച്ചേ. ഞാൻ ഇനിയും നിങ്ങളോട് അധികം സംസാരിക്കുന്നില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എൻ്റെ മേൽ ഒരധികാരവും ഇല്ല. യേശു പറഞ്ഞത് ഇനിയും അധികം ഒന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുകയില്ല, ഈ ലോകത്തിൻ്റെ അധിപതി വരുന്നു, അവൻ എൻ്റെ മേൽ അധികാരമില്ല എന്ന് എഴുതിയിരിക്കുന്നു. കിങ് ജെയിംസ് വേർഷനിൽ എഴുതിയേക്കുന്ന റൂളർ ഓഫ് ദിസ് വേൾഡ് എന്നാണ് എഴുതിയേക്കുന്നത്. റൂളർ ഓഫ് ദിസ് വേൾഡ്. ആംപ്ലിഫൈഡിൽ എഴുതിയേക്കുന്ന പ്രിൻസ് ഓഫ് ദ വേൾഡ് എന്ന് എഴുതിയേക്കുന്നത്. ഭൂമിയുടെ അധിപതി എന്നല്ല, റൂളർ ഓഫ് ദ എർത്ത് എന്നല്ല, റൂളർ ഓഫ് ദ വേൾഡ്, വേൾഡ്, യൂണിവേഴ്സ് എന്ന് എഴുതിയേക്കുന്നത്. ഓബദ്യാവിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ നിന്റെ കൂടുണ്ടാക്കിയാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കിക്കൊണ്ടുവരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ കഴുകനെ പോലെ ഉയർന്ന് നക്ഷത്രങ്ങളുടെ ഇടയിലേക്കൊന്നും പോകാൻ മനുഷ്യനെ കൊണ്ട് പറ്റിയല്ല. ഉപഗ്രഹങ്ങളുടെയൊക്കെ സഹായത്താൽ ഇപ്പം ഒക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും അത്ര പ്രായോഗികമൊന്നുമല്ല. മനുഷ്യന്, ശാസ്ത്രത്തിന് ഒത്തിരി പദ്ധതികളുണ്ട്. വേറൊരു ഗ്രഹത്തിൽ പോയി താമസിക്കണം, സ്പേസിൽ പോയി താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് ടെക്നോളജി ഉണ്ടാക്കി കോടികളൊക്കെ മുടക്കി പല പദ്ധതികളും പ്രാന്തന ആശയങ്ങളും ഒക്കെ ചെയ്യും. ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രാന്തന ആശയങ്ങൾ, ഏറ്റവും പ്രാന്തന ആശയങ്ങൾ പറയുന്ന ആൾ വലിയ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് പല വലിയ കാര്യങ്ങളും പറയുന്നത്. ഈ കഞ്ചാവ് അടിച്ചിട്ട് കലങ്കയിലിരിക്കുന്നവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സഹിക്കുകയില്ല. ഒരു ലോറിയെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തടി ഒറ്റയ്ക്കെടുത്ത് മാറ്റാമെന്നൊക്കെ പറയും വേണമെങ്കിൽ. കാരണം അതാ കഞ്ചാവ് അടിക്കുന്നതല്ലേ. അപ്പോൾ കഞ്ചാവിനേക്കാളും കൂടിയ രാസലഹരികളൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കുന്നവർ ആണ് ഈ പ്രാന്തന ആശയങ്ങൾ കൂടുതലും പറഞ്ഞത്. ഇതെല്ലാം ഒരു പരിധിക്ക് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ ആണ്ടെ ഓരോരോ വാർത്തകൾ ഭീകരമായിട്ട് വരിക. ഇന്നിപ്പോൾ ആണ്ടെ വാർത്തകൾ കേൾക്കുന്നു, സെക്സിന് റോബോട്ടുകളെ ഉപയോഗിക്കുന്നു. ഇത് കണ്ടമാനമായി കഴിയുമ്പം പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ ഒരു നീക്കം അങ്ങോട്ട് നീങ്ങും, അതോടുകൂടി സകലതും തീരും.
സകലതും തീരും, അങ്ങനെയുള്ള കാര്യങ്ങൾ നശിപ്പിച്ച് കളയും. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇതെല്ലാം വരുമ്പോൾ, ഇതെല്ലാം ബൈബിളിൽ പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഓബദ്യാവിൻ്റെ പുസ്തകത്തിൽ നീ പഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും എന്നൊക്കെ സിനിമാക്കാർ സൗകര്യപൂർവ്വം വില്ലനെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഇത്. ഈ വചനം എടുത്തിട്ടാണ് കൂടുതലും സിനിമാക്കാരുടെ മിക്കവാറും സിനിമയ്ക്കകത്തൊക്കെ വില്ലനെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഭജനമാണ് ഇത്. ലൂസിഫറിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു വാക്യമാണ് ഇത്. നീ എത്ര ഉന്നതമായിട്ട് ഈ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെയൊക്കെ വസിച്ചുകൊണ്ടിരുന്ന അവനായിരുന്നു. ഈ ലൂസിഫറിൻ്റെ ആത്മാവ് വീണുപോയ ദൂതനായി അന്ധകാര മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ആകാശമണ്ഡലങ്ങളിലേക്ക് ഇവൻ വരുന്നതിന് മുമ്പ് ഇവൻ ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. ഇവൻ്റെ സേവകർ ഒക്കെ ഉണ്ട്. അവരെല്ലാം പിശാചുക്കളെന്നോ സാത്താനെന്നോ ഒക്കെയാണ് വിളിക്കുന്നത്, ദുരാത്മാക്കൾ. എന്നാൽ ഇതല്ലാതെ ഈ ലൂസിഫറിൻ്റെ കൂടെ ഉള്ളവന്മാരല്ലാതെ ഭൂമിയിൽ ഒരു സംഘം ആളുകളുണ്ടായിരുന്നു. അവരെ ഭൂതങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അത് രണ്ട് സംഭവങ്ങളാണ്. സാത്താനും ഭൂതങ്ങളും വചനത്തിൻ്റെ വ്യവസ്ഥയെ പഠിച്ചാൽ രണ്ടും രണ്ട് സാധനങ്ങളാണ്. മർക്കോസ് 16:17 വായിച്ചേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതിയ ഭാഷകളിൽ സംസാരിക്കും. ഇവിടെ പറയുന്നത് എൻ്റെ നാമത്തിൽ സാത്താനെ പുറത്താക്കും തന്നെ എഴുതിയേക്കുന്നേ. എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും എന്നാണ് എഴുതിയേക്കുന്നത്. സാത്താനെ പുറത്താക്കും എന്നല്ല. അശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നതും അതിന് ഇംഗ്ലീഷിൽ അത് വായിക്കുന്ന അൺക്ലീൻ സ്പിരിറ്റ്സ് എന്ന് എഴുതിയേക്കുന്നത്. ദുരാത്മാക്കൾ എന്നൊക്കെ പെടുന്നത് എല്ലാം ഭൂതങ്ങളുടെ ഗണത്തിൽപ്പെടും. മത്തായി 10:1 വായിച്ചേ. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. അങ്ങനെ എഴുതിയേക്കുന്നത്. അതായത് ഭൂതങ്ങളെ പുറത്താക്കാനാണ്, സാത്താനെ പുറത്താക്കാനെന്നല്ല കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കാര്യം ഈ ഭൂതങ്ങളും സാത്താൻ്റെ ലൂസിഫറിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണ് നിൽക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഭൂതങ്ങളുടെ തലവൻ്റെ പേര് മത്തായി 12:24 വായിച്ചേ. അത് കേട്ടിട്ട് പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേത്സബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. ഭൂതങ്ങളുടെ തലവൻ്റെ പേരെന്ന് ദൈവവചനത്തിൽ കാര്യം പറയുന്നത് കർത്താവല്ലെങ്കിലും എഴുതി വച്ചിരിക്കുന്നത് ഭൂതങ്ങളുടെ തലവൻ്റെ പേരിനെ കുറിച്ച് എഴുതിയേക്കുന്നത് ബേൽ സബൂൽ എന്നാണ് എഴുതിയേക്കുന്നത്. ഇനി ലൂക്ക 11:15 വായിച്ചേ. എന്നാൽ അവരിൽ ചിലർ ഭൂതങ്ങളുടെ പ്രഭുവായ ബേൽസബൂലിനെ കൊണ്ടാണ് അദ്ദേഹം ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് യഹൂദന്മാർക്ക് നമ്മൾ ഈ ബൈബിളിലുള്ള കാര്യങ്ങൾക്ക് പുറത്ത് ധാരാളം കാര്യങ്ങൾ വാമൊഴിയായും അവരുടെ പുസ്തകങ്ങളിൽ കൂടെയും ചരിത്ര കഥകളിൽ കൂടെയും ഒക്കെ അവർക്ക് ധാരാളം അറിവുകൾ ഈ ആത്മലോകത്തെ കൊണ്ട് ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ പിതാക്കന്മാരിലൂടെ കൈവന്നതും പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതിയതും നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ എഴുതി തന്നതുമായ പുസ്തകമാണ്. അതുകൊണ്ട് ഈ യഹൂദൻ്റെ തമ്മൂദിലൊക്കെ പല കാര്യങ്ങളും പല വിവരണങ്ങളും ഉണ്ട്. അത് ബൈബിളിലേക്ക് അത് എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. അതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒരു വിശ്വാസത്തിൻ്റെ കണ്ണിക്കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഭൂതങ്ങളുടെ തലവൻ്റെ പേര് ബേൽസബൂൽ എന്നാണ് പറയും. സാത്താന്മാർ അല്ലെങ്കിൽ പിശാചുക്കളുടെ തലവൻ്റെ പേര് ലൂസിഫർ എന്നാണ്. ഇനി ഈ ലൂസിഫർ എന്ന പേര് മലയാളം ബൈബിളിലില്ല. ഒരു വേർഷൻ മലയാളം ബൈബിൾ എടുത്താലും ഇല്ല. അത് യെശയ്യാവ് 14:12 അരുണോദയ പുത്രനായ ശുക്ര എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് എവിടെയാണ് ലൂസിഫർ എന്ന പേരുള്ളതെന്ന് ചോദിച്ചാൽ കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് ബൈബിള് യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയേക്കുന്നതാണ് ഓ ലൂസിഫർ, അരുണോദയ പുത്രനായ ശുക്ര എന്ന് പറയുന്നതിന് പകരം അവിടെ എഴുതിയേക്കുന്നതാണ് ഓ ലൂസിഫർ എന്ന് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമുക്കിത് മനസ്സിലാകുന്നത്. പണ്ടൊരിക്കൽ ഒരു കൺവെൻഷൻ സ്ഥലത്ത് ഒരു പ്രസംഗകൻ ഭൂതങ്ങളുടെ തലവനായ പിശാചുക്കളുടെ തലവനായ ലൂസിഫറിനെ കുറിച്ച് പ്രസംഗിച്ചു. ലൂസിഫർ എന്നല്ല എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പം ലൂസിഫറിൻ്റെ ആയിട്ടൊരാൾ താഴെ നിൽപ്പുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷകൻ തന്നെയാണ്. അയാൾ അങ്ങോട്ട് വന്നിട്ട് അയാൾ പറഞ്ഞു, പാസ്റ്ററുടെ കയ്യിലുള്ള ബൈബിൾ ഇങ്ങോട്ടൊന്ന് തരാൻ പറഞ്ഞു. ആ ബൈബിൾ ഇങ്ങോട്ടൊന്ന് മേടിച്ചു. എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനകത്ത്
ലൂസിഫർ എന്ന് പറയുന്ന ഒരു പേര് കാണിച്ചിട്ട് താൻ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇതിനകത്ത് ലൂസിഫർ എന്ന് പറഞ്ഞ പേര് കാണിച്ചിട്ട് താൻ വീട്ടിൽ പോയാൽ മതി എന്ന്. കാരണം താഴെ നിന്നവന് കൊണ്ടു, അവൻ്റെ ആത്മീയ പിതാവിനെക്കുറിച്ച് ഈ വർത്താനം പറഞ്ഞു. അപ്പോൾ അവന് കൊണ്ടു, അവൻ കയറി വന്നു, താൻ ഇതിനകത്തൊന്ന് കാണിച്ചിട്ട് പോയാൽ മതി. ആ പാവം മനുഷ്യൻ, ആ പ്രസംഗിച്ച മനുഷ്യൻ അവിടെ കിടന്ന് പെടാപ്പാട് വിട്ട്. കാരണം മലയാളത്തിൽ ഒരു 10-13 വേർഷൻ മലയാളം ബൈബിൾ ഇറങ്ങിയിട്ടുണ്ട്, വിവിധങ്ങളായിട്ടുള്ളത്. ഇതിൽ ഒരു വേർഷനകത്തും ലൂസിഫർ എന്നില്ല, അരുണോദയ പുത്രനായ ശുക്രൻ എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷിലുണ്ടെന്ന് പറയാൻ ആ മനുഷ്യൻ അറിയത്തുമില്ലായിരുന്നു. ദൂതന്മാരുടെ, അതായത് പിശാചുക്കളുടെ തലവൻ്റെ പേര് ലൂസിഫർ എന്നാന്ന് പറഞ്ഞു കേട്ടുള്ള അറിവും പ്രകാരം പറഞ്ഞതാണ്. പക്ഷേ അവരുടെ ആൾക്കാർ ധാരാളം പേര് വെള്ളയും കറുപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നിന്നവരുണ്ടായിരുന്നത് കൊണ്ട് ഇതുങ്ങളെല്ലാം സഭയ്ക്കകത്ത് തന്നെ ഉള്ളതുങ്ങളുമാണ്. അല്ലെങ്കിൽ പിന്നെ വചനം പ്രസംഗിച്ചിടത്ത് പറഞ്ഞപ്പോൾ കയറി ഉടക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാചിന് സ്വന്തമായിട്ട് 5 സെൻറ്റ് സ്ഥലം പോലും ഇല്ലെന്ന് പറഞ്ഞു. അത് അവിടുത്തെ വിശ്വാസി പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ബാഹ്യ വേഷം ധരിച്ചിട്ട് ശക്തി ത്യജിക്കുന്നവരുടെ കൂടെയാണ് നിങ്ങളെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്ന അവരെ വിട്ടകന്നുകൊള്ളുക. അത് ലോകത്തിൻ്റെ ആത്മാക്കളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ ശ്രവിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവെ, അവരെ ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ, ആ വ്യക്തികൾ അങ്ങനെയാണെങ്കിൽ, അവരങ്ങനത്തെ കൂട്ടത്തിലാണെങ്കിൽ, യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് അതിൽ നിന്ന് പുറത്തു പോയി ദൈവത്തിൻ്റെ യഥാർത്ഥ സഭയിൽ അംഗമാകുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.